എടാ മണ്ടനായ ഹിന്ദു, എടാ പൊട്ടനായ ഹിന്ദു, എണീക്കടാ. നമ്മളെ കൊള്ളയടിക്കുകയാണ്. നമ്മുടെ പൂർവികരടക്കം ഉണ്ടാക്കി വെച്ച സ്വത്ത് ദേവസ്വം ബോർഡ് കൊള്ളയടിക്കുകയാണ്. നിനക്കിത് മനസ്സിലാവുന്നില്ലേ? ശബരിമല അയ്യപ്പന്റെ സ്വർണവും സ്വത്തും ദേവസ്വം ബോർഡ് അടിച്ചു മാറ്റി. എന്തിനാണ് രാഗിലീശ്വര ഇങ്ങനെ തൊണ്ട പൊട്ടിക്കാറുന്നത്? നമ്മൾ കേട്ടല്ലോ. ഇപ്പോ രാഗിലീശ്വർ ശബരിമല വിഷയത്തില് വലിയ പ്രകോപിതനായി ഹിന്ദുവേ, മണ്ടനായ ഹിന്ദുവേ, പൊട്ടനായ ഹിന്ദുവേ, നീ ഉണരൂ എന്ന് ആഹ്വാനം ചെയ്യുകയാണ്. വിശ്വാസിയെ എന്നല്ല കേട്ടോ വിളിക്കുന്നത്, ശബരിമല വിശ്വാസികളെ എന്നല്ല വിശ്വസിക്കുന്നത്, ഹിന്ദുക്കളോട് ഉണരാൻ പറയുകയാണ്. അദ്ദേഹത്തിന്റെ ഒരു ധാരണ എല്ലാ ഹിന്ദുക്കളും ശബരിമല അയ്യപ്പനിൽ വിശ്വസിക്കുന്നവരായിരിക്കും, അല്ലെങ്കിൽ ഈശ്വര വിശ്വാസമുള്ളവരായിരിക്കും എന്നൊക്കെയാണ് ഈ രാഹുൽ ഈശ്വർ ധരിച്ചു വെച്ചിരിക്കുന്നതെന്ന് നമുക്കിത് കേട്ടാൽ മനസ്സിലാവുന്നതാണ്. നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ എനിക്കറിയില്ല. അങ്ങനെ തോന്നുന്നുവെങ്കിലും ഇല്ലെങ്കിലും നിങ്ങൾക്ക് ആ അഭിപ്രായം നമ്മുടെ കമന്റ് ബോക്സിലിടാം. എന്തായാലും ഈ പറയാൻ പോകുന്ന കാര്യങ്ങളിൽ എൻ്റെ അഭിപ്രായം നമ്മുടെ പ്രേക്ഷകർക്കുണ്ടാവും. ആ അഭിപ്രായം തുറന്ന് കമന്റ് ബോക്സിലിടണം. അത് നല്ലൊരു സംവാദ ഭൂമിയാകട്ടെ. അതിനു മുമ്പ് സ്പേസ് മലയാളത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരളത്തിലെയും ഇന്ത്യയിലെയും ലോകത്തിലെയും ഏറ്റവും പുതിയ സംഭവ വികാസങ്ങളെ ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ വിശകലനം ചെയ്ത് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നു. അതിനായി ഇപ്പോൾ തന്നെ സ്പേസ് മലയാളം സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണം എനാബിൾ ചെയ്ത് വെച്ചോളൂ. സബ്സ്ക്രൈബ് ചെയ്തോ, ബെല്ലൈക്കൺ എനാബിൾ ചെയ്തോ? ഓക്കെ. അപ്പോൾ ഇന്നത്തെ വിഷയം നമുക്കൊന്ന് വിശദമായി നോക്കാം. നമുക്കറിയാം, രാഷ്ട്രീയ നിരീക്ഷകൻ അല്ലെങ്കിൽ പൊതുനിരീക്ഷകൻ എന്ന നിലയ്ക്കൊക്കെ നമ്മുടെ മീഡിയകളിൽ നിറഞ്ഞു നിൽക്കുന്ന ആളാണ്. പ്രത്യേകിച്ചും ഈ വിശ്വാസ സംരക്ഷണം, പ്രത്യേകിച്ചും ശബരിമല വിഷയമൊക്കെ ആയിട്ട് 2018 യുവതീ പ്രവേശനമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടതിൽ ആദ്യം തന്നെ തെരുവിലിറങ്ങുകയും വലിയ തോതിൽ വിശ്വാസികൾക്ക് വേണ്ടി സമരരംഗത്തിറങ്ങി അറസ്റ്റ് വരികയും ചെയ്തു. അദ്ദേഹം മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ പ്രായമായ അമ്മയും കുടുംബവും എല്ലാം അങ്ങനെ അറസ്റ്റ് ചെയ്യപ്പെടുകയാണ് ഉണ്ടായത്. അല്ലെങ്കിൽ അതിനുവേണ്ടി ഒരുപാട് ത്യാഗം സഹിച്ച ഒരു വ്യക്തിയാണ്. ആ നിലയ്ക്ക് ബഹുമാനം അദ്ദേഹത്തിനോടുണ്ട്. അത് മാത്രമാണ് കേട്ടോ ഈ പ്രത്യേക വിഷയങ്ങളുടെ പിന്നീടൊരു വിഷയം കണ്ടിരിക്കുന്നത്, ഏതെങ്കിലും പുരുഷന്മാർ, ചെറുപ്പക്കാർ സ്ത്രീജനങ്ങളാൽ അല്ലെങ്കിൽ യുവതികളാൽ എന്തെങ്കിലും ലൈംഗിക ആരോപണം ഉന്നയിക്കപ്പെട്ടാൽ അവിടെയും രാഹുൽ ഈശ്വർ ചാടി വീഴുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. രാഹുൽ ഈശ്വർ ചൂടാവരുത് കേട്ടോ, ഞാൻ മീഡിയകളിൽ കാണുന്നതാണ്. ഇപ്പോൾ നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിനൊരു പ്രശ്നം വന്നപ്പോൾ സിനിമാ രംഗത്തെ ചില പ്രശ്നങ്ങൾ നേരിട്ടൊക്കെ പോയി ഇതുപോലെയുള്ള ആരോപണങ്ങളിൽ പെട്ടപ്പോഴൊക്കെ രാഹുൽ ഈശ്വർ പിന്നെ അത് അവരൊന്നും ആവശ്യപ്പെട്ടിട്ടാണ് ഞാൻ വിശ്വസിക്കുന്നതല്ല, ചാടി വീഴും. അല്ലെങ്കിൽ അനാവശ്യമായി സ്ത്രീകളാൽ പീഡിപ്പിക്കപ്പെടുകയും പുരുഷൻ ഒരു ധർമ്മസങ്കടത്തിൽ പെടുകയും ചെയ്യുന്ന നിമിഷം രാഹുൽ ഈശ്വർ അവിടെ ഒരു രക്ഷകനെ പോലെ പ്രത്യക്ഷപ്പെടാറുണ്ട്. ശബരിമല വിഷയത്തിൽ അദ്ദേഹം ഹിന്ദുക്കളെ ഉണർത്തുകയാണ്. ഹിന്ദുക്കളെ പൊട്ട, മണ്ട എന്നൊക്കെ വിളിക്കുകയാണ്. എന്താണ് ഇദ്ദേഹം മനസ്സിലാക്കി വെച്ചിരിക്കുന്നതെന്ന് അറിയില്ല. ഈ എല്ലാ ഹിന്ദുക്കളും ശബരിമല അയ്യപ്പനിൽ വിശ്വസിക്കുന്നുണ്ടെന്നാണോ അതോ ഈശ്വര വിശ്വാസികളാണെന്നാണോ? അദ്ദേഹം ഒരു മതപ്രഭാഷകനോ മതപ്രചാരകനാണോ എന്നൊന്നും എനിക്കറിയില്ല. അദ്ദേഹത്തിൻ്റെ പുരോഗമന ചിന്തകളെയും നമുക്ക് ബഹുമാനിക്കുന്നുണ്ട് കേട്ടോ. അദ്ദേഹം ജനിച്ചത് ബ്രാഹ്മണ കുലത്തിൽപ്പെട്ടതാണെന്നൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ അദ്ദേഹം വിവാഹം ചെയ്തിരിക്കുന്നത് അങ്ങനെ അല്ല. മറ്റ് ഹിന്ദുവിൽ തന്നെ മറ്റൊരു വിഭാഗത്തിൽപ്പെട്ട ഒരു കുട്ടിയാണ് കല്യാണം കഴിച്ചിരിക്കുന്നതെന്നും നമുക്കറിയാം. അങ്ങനെയൊക്കെ അപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ജാതി ബോധമൊന്നും വെച്ച് പുലർത്തുന്ന, സവർണ ബോധമൊന്നും വെച്ച് പുലർത്തുന്ന ഒരാളല്ല എന്ന് ജീവിതത്തിൽ കാണിച്ച ആളാണെങ്കിൽ പോലും ഈ നമ്പൂതിരി ആയതിൽ അല്ലെങ്കിൽ താൻ ബ്രാഹ്മണനായാലൊക്കെ ഒരു അഭിമാനം കൊള്ളുന്ന വ്യക്തി കൂടിയാണ് അദ്ദേഹം. എന്തൊരു വിഷയമുണ്ടെങ്കിലും ആ ലാപ്ടോപ്പും പൊക്കി പിടിച്ചുകൊണ്ട് ഒന്നുണ്ട് കാര്യം അല്ലെങ്കിൽ രണ്ടുണ്ട്, എനിക്ക് മൂന്നുണ്ട് പറയാൻ എന്ന് പറഞ്ഞ് അദ്ദേഹം ചാടി വീഴുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. രസകരമായിട്ടും വളരെ ബോൾഡായിട്ടും അതിൻ്റെ വരും വരായികളെ പറ്റി ഒന്നും ചിന്തിക്കാതെ അദ്ദേഹം അടിച്ചുവിടും. അങ്ങനെ അടിച്ചുവിട്ടതാണോ ഈ നമ്മളിപ്പോൾ കേട്ടത് എന്നുള്ളത് ആലോചിക്കണം. എല്ലാ ഹിന്ദുക്കളെയും മണ്ട, പൊട്ട എന്നൊക്കെ വിളിക്കുന്നത് ശരിയാണോ എന്നുള്ളത് രാഹുൽ ആലോചിക്കേണ്ടതാണ്. ഈ ഒരു വിഷയത്തിൽ അതിനോട് പ്രതികരിക്കേണ്ടതുണ്ട്. വിശ്വാസികളെ ആ രീതിയിൽ വഞ്ചിച്ചിട്ടുണ്ടെങ്കിൽ, ശബരിമലയിൽ ഒരു അനീതി നടന്നിട്ടുണ്ടെങ്കിൽ അതിനെതിരെ പോരാടണം. അപ്പോൾ ശബരിമലയിലെ വിശ്വാസികളെ മാത്രമല്ല, ശബരിമല എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു മതവിഭാഗത്തിലെ ആൾക്കാർ മാത്രം ആരാധിക്കുന്ന ഒരു ക്ഷേത്രമല്ല. ഒരുപാട് അഹിന്ദുക്കളായ നിരവധി ഭക്തർ ശബരിമല അയ്യപ്പനുണ്ടെന്നറിയാം. അങ്ങനെയുള്ള അത് രാഹുൽ സമ്മതിക്കുന്നതുമാണ്. ഒരു മതേതര കാഴ്ചപ്പാടുള്ള ഒരു ഹിന്ദു ക്ഷേത്രമാണെന്നാണ് രാഹുൽ പറയാറുള്ളത്. കാരണം ഹിന്ദു ക്ഷേത്രമല്ല എന്ന് പറഞ്ഞാൽ അത് രാഹുൽ സമ്മതിച്ചു തരില്ല. അങ്ങനെ ആയിക്കോട്ടെ, അതിൽ വിരോധമില്ല നമുക്ക്. പക്ഷെ അവിടെ എല്ലാ മതവിഭാഗങ്ങൾക്കും, ഏത് മതവിഭാഗവും അത് ആൺപെൺ വ്യത്യാസമില്ലാതെ യുവതികൾക്ക് പ്രവേശനമില്ല കേട്ടോ. ഒരു 10 വയസ്സ് തൊട്ട് 50 വയസ്സ് വരെയുള്ള യുവതികൾ അവിടെ പ്രവേശിക്കുന്നതിന് ഹൈക്കോടതിയിലെ ഒരു നിയമം
നിയമവിലക്കുണ്ടായിരുന്നു. അത് സുപ്രീം കോടതി എടുത്തു കളഞ്ഞു. പക്ഷെ ഇപ്പോൾ വീണ്ടും അത് റിവ്യൂ പെറ്റീഷനായിട്ട് സുപ്രീം കോടതിയിൽ നിലവിലുണ്ട്. അങ്ങനെയുള്ള ഒരു സമയത്ത് അവിടുത്തെ സ്വർണ്ണപ്പാളികളും അല്ലെങ്കിൽ സ്വർണം പൂശിയത് കട്ടെടുത്തുകൊണ്ട് പോയ ഒരു വിഷയമാണ് രാഹുലിൻ്റെ ഈ തൊണ്ട പൊട്ടുമാർ ഉച്ചത്തിൽ അലറി വിളിക്കുന്നതിൻ്റെ പ്രധാന കാരണം. അദ്ദേഹം മനസ്സിലാക്കേണ്ടത് ഹിന്ദു മതത്തിൽ തന്നെ ഒരുപാട് സെക്ഷൻസ് അല്ലെങ്കിൽ ഒരുപാട് വിഭാഗങ്ങൾ ദൈവവിശ്വാസികളല്ല എന്നുള്ളതാണ്. നമുക്ക് തന്നെ അറിയാം, നിരീശ്വരവാദികൾ എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. അവരെല്ലാം മോശക്കാരാണെന്നുള്ള ഒരു ധാരണ രാഹുൽ വെച്ച് പുലർത്തുന്നുണ്ടോ എന്നും അറിയില്ല. ഒരുപാട് നിരീശ്വരവാദികളായ മനുഷ്യർ, ഹിന്ദു വിഭാഗത്തിൽപ്പെട്ടവരെന്നെ നല്ല മനുഷ്യർ, അവരുടെ ഈ നിരീശ്വരവാദം പ്രചരിപ്പിക്കുന്നവരെന്നെ അവരവരുടെ സയൻസിൻ്റെയും എത്തിക്സിൻ്റെയും ലോജിക്കിൻ്റെയും ഒരു റേഷണൽ ചിന്താഗതി വെച്ച് പുലർത്തുന്നവരാണ്. ഈ കഴിഞ്ഞ ദിവസം തന്നെ നമുക്കറിയാം, ഒരു കൊച്ചു പെൺകുട്ടി, ഒരു 20 വയസ്സുള്ള ഒരു പെൺകുട്ടി, ആ കുട്ടി ഈ ശബരിമല വിഷയം മനസ്സിൽ വെച്ചുകൊണ്ടായിരിക്കും അത് പറഞ്ഞിട്ടുണ്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ. നിങ്ങളൊരു നിരീശ്വരവാദിയാണോ വിശ്വാസിയാണോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഇത് രണ്ടുമല്ല, ഒരു റാഷണലാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് നമുക്കൊരു വീഡിയോ പിന്നെ ചെയ്യാമെന്ന് കരുതുന്നു. പക്ഷെ ആ കൊച്ചുകുട്ടി പറഞ്ഞ വാക്കിനർത്ഥമുണ്ട്. പല വിശ്വാസികളുമാണ് ഈ വിശ്വാസികളെ ഏറ്റവും കൂടുതൽ നിരീശ്വരവാദികളെക്കാൾ വഞ്ചിച്ചിരിക്കുന്നത് അനുഭവത്തിൽ നിന്ന് ആ കുട്ടി മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് ആ കുട്ടി പറയുമ്പോൾ ആലോചിക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ് സത്യം. വിശ്വാസി എന്ന പേരിൽ ഇത്തരം ആരാധനാലയങ്ങളിൽ കയറിക്കൂടി ആ ഈശ്വരന്റെ പേരിൽ മറവിൽ വിശ്വാസികളെ ചൂഷണം ചെയ്യുന്നത് ഈ വിശ്വാസികൾ എന്ന് പറയുന്ന വിഭാഗം തന്നെയാണ്. അവിടെ ഒരു നിരീശ്വരവാദിയും കയറിയിട്ട് ഈ ചൂഷണം നടത്താൻ വേണ്ടിയിട്ട് അവിടെ ആരും കയറിക്കൂടാറില്ല. അതൊരു സത്യം തന്നെയാണ്. ഈ വരുന്ന റിപ്പോർട്ടുകളൊന്നു തന്നെ, ഇന്ന് പോലും മാതൃഭൂമി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഉത്തരേന്ത്യയിലെ ഒരു ക്ഷേത്രത്തിൽ നിന്ന് എത്രയോ കോടിക്കണക്കിന് രൂപയുടെ വെള്ളി അവിടുത്തെ പൂജാരി അടിച്ചു മാറ്റി എന്നാണ്. ഇന്നത്തെ ഈ ദിവസത്തെ പത്രം എടുത്ത് നോക്കിയാൽ നിങ്ങൾക്കത് കാണാൻ പറ്റും. അപ്പം അതിൻ്റെ അർത്ഥം പൂജാരി എന്ന വേഷമിട്ടുകൊണ്ട് ഈ ദൈവത്തിൻ്റെ മറവില്ല. കാരണം അദ്ദേഹത്തിന് കൃത്യമായിട്ട് അറിയാം ഇതൊന്നും കട്ടെടുത്തു കഴിഞ്ഞാൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് ഉറപ്പുണ്ട്. അപ്പം നമുക്ക് രാഹുൽ ഈശ്വറിലേക്ക് തന്നെ മടങ്ങാം. അദ്ദേഹം ശുദ്ധനാണ് കേട്ടോ. അദ്ദേഹത്തെ എനിക്ക് വലിയ ഇഷ്ടമാണ്. അദ്ദേഹത്തിൻ്റെ ഞാൻ മിക്കവാറും ചർച്ചകളൊക്കെ ഒബ്സർവ് ചെയ്യുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ ചാനലിലും വളരെ ശ്രദ്ധിക്കാറുണ്ട്. വളരെ വൈകാരികമായി അദ്ദേഹം പ്രതികരിക്കും. അതൊക്കെ ആ ഒരു വിഷയത്തിനോടുള്ള അദ്ദേഹത്തിൻ്റെ ആറ്റിറ്റ്യൂഡ് തന്നെ ആയിരിക്കാം അതിന് കാരണം. അതാ ശബരിമല അയ്യപ്പൻ്റെ ആ സ്വർണം നഷ്ടപ്പെട്ടതിലുള്ള ഒരു വിഷമം ഉണ്ടായിരിക്കും. അത് ദേവസ്വം ബോർഡാണ് കള്ളന്മാർ എന്നങ്ങ് ഉറക്കെ വിളിച്ച് പറയുകയാണ്. ദേവസ്വം ബോർഡ് ഒട്ടാകെ അതിന് ഉത്തരവാദിയാണെന്ന് കരുതുന്നില്ല. പക്ഷെ അവരുടെ വീഴ്ചകൾ മുതലെടുത്ത്, അല്ലെങ്കിൽ ഈ വിശ്വാസമാണ് ഏറ്റവും മനുഷ്യന് മുതലെടുക്കാൻ പറ്റിയ ഒരു കാര്യം. നമ്മുടെ ഈ വീക്ക്നെസ് ഉണ്ടല്ലോ, നമ്മളൊന്നും പതറി നിൽക്കുക, നമ്മളൊന്ന് വീണ് നിൽക്കുക, നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും പരാജയപ്പെട്ട് നിൽക്കുക, അല്ലെങ്കിൽ ഒരു പ്രതിസന്ധിയിൽ പെട്ട് നിൽക്കുമ്പോൾ ഈ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ എന്ന് പറഞ്ഞാൽ ദൈവത്തിനോട് ചേർന്ന് നിൽക്കുന്നു എന്ന് പറയുന്ന ആൾക്കാർ, അത് എല്ലാ വിഭാഗ ആൾക്കാരും ഉണ്ട് കേട്ടോ. അവർ രക്ഷകരായി അവതരിക്കുകയും നമ്മളെ കയ്യിലുള്ള പണമെല്ലാം അടിച്ചു മാറ്റിയിട്ട് നമ്മളെ രക്ഷിക്കാനെന്നോണം അവരെല്ലാം ഈ വേഷം കെട്ടി വരികയും നമ്മൾ ആ ചതിക്കുഴിയിൽ മെജോറിറ്റി കേരളത്തിലുള്ള ആൾക്കാരും പെട്ടുപോകുന്ന നിരവധി കഥകൾ ഈ മീഡിയകൾ ഇതിന് മുമ്പ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ഇന്നും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഇനി നാളെയും റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യും. മലയാളി അതിൽ പെടുകയും ചെയ്യും. മലയാളി മാത്രമല്ല, ഒരുവിധം മനുഷ്യരെല്ലാം ആ ചൂഷണത്തിന് വിധേയരാകുകയും ചെയ്യും. ആ കാര്യത്തിൽ നിരീശ്വരവാദികൾ ഒരുപക്ഷെ ഇത്തരത്തിലുള്ള ചൂഷണം നടത്തുന്നതിൽ ഇവരെക്കാൾ പുറകിലായിരിക്കും എന്നുള്ള കാര്യത്തിലും സംശയം എനിക്ക് തോന്നുന്നില്ല. ഈ ദൈവവിശ്വാസം ഇല്ലാത്ത ഒരുപാട് മതങ്ങളുണ്ട്. നമ്മുടെ ഒരു ധാരണ എന്താ, എല്ലാ മതങ്ങളും ഈശ്വരനിൽ വിശ്വാസം അർപ്പിക്കുന്നുണ്ടെന്നാണ്. അല്ലേ അല്ല. ബുദ്ധമതം അത് ഏതെങ്കിലും ഒരു ദൈവത്തിൽ വിശ്വസിക്കുന്ന മതമേ അല്ല. ജൈനമതം അത് ഏതെങ്കിലും ഒരു ദൈവത്തിൽ വിശ്വസിക്കുന്ന മതമേ അല്ല. കൺഫ്യൂഷനിസം മതം അത് ഏതെങ്കിലും ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരു മതമേ അല്ല. അപ്പോൾ നമുക്ക് പ്രധാനപ്പെട്ട ഈ 3 മതങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഹിന്ദുക്കളുടെ പ്രബല വിഭാഗം ഹിന്ദുവാണെങ്കിൽ പോലും, ഹിന്ദുവാണ് എന്ന് അഭിമാനിക്കുന്ന നിമിഷത്തിലും അവർ ഒരിക്കലും ഒരു വിഗ്രഹ ആരാധനയെ ആരാധിക്കാത്ത നിരവധി ഹിന്ദുക്കളുണ്ട്. ഹിന്ദുവാണവൻ. ഹിന്ദുക്കളുള്ള എല്ലാ ചിലപ്പോൾ ചിട്ടവട്ടങ്ങളിലൂടെയും ജീവിക്കുന്നവരായിരിക്കും. പക്ഷെ അതേസമയം ദൈവാരാധന ഇല്ലാത്തവരായിരിക്കും. നിരീശ്വരവാദികളായ എത്ര ഹിന്ദുക്കളില്ലേ? പുറത്തു പറയാൻ പലപ്പോഴും പലരും മടിക്കും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. കർമ്മത്തിലും ധർമ്മത്തിലും വിശ്വസിക്കുന്നു. കർമാൻ ധർമ്മ, കർമ്മത്തിലും ധർമ്മത്തിലും വിശ്വസിക്കുകയും അതുമാത്രമാണ് ദൈവം എന്ന് വിശ്വസിക്കുകയും ചെയ്യുന്ന നിരവധി മനുഷ്യരുണ്ട്. തൻ്റെ കർമ്മങ്ങളാണ് തൻ്റെ ധർമ്മമായി കണക്കാക്കുന്നവരുണ്ട്. തൻ്റെ കർമ്മഫലം എന്നൊക്കെ നമ്മൾ പറയുന്നില്ല, കർമ്മഫലമാണ്. താൻ എന്ത് കർമ്മമാണോ ചെയ്യുന്നത് അതാണ് തനിക്ക് കിട്ടുക എന്ന് വിശ്വസിക്കുകയാണ്. അത് ഏതെങ്കിലും ദൈവത്തിൻ്റെ അനുഗ്രഹമോ അല്ലെങ്കിൽ ശാപമോ
അല്ലെങ്കിൽ ശിക്ഷയോ ആയി കണക്കാക്കാതെ തൻ്റെ കർമ്മഫലത്തിൽ വിശ്വസിക്കുന്ന നിരവധി മനുഷ്യരുണ്ട്. അവരൊക്കെ ഹിന്ദുക്കളായി തന്നെ ജീവിക്കുന്നുണ്ട് എന്നുള്ളതും രാഹുൽ ഈശ്വർ മനസ്സിലാക്കിയാൽ ഹിന്ദുക്കളെ മണ്ടന്മാരെ പൊട്ടന്മാരെ എന്നൊന്നും രാഹുൽ വിളിക്കില്ലായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവിടെ അദ്ദേഹത്തിന് പറയാമായിരുന്നു അയ്യപ്പ വിശ്വാസികളെ എന്ന് സംബോധന ചെയ്തിരുന്നെങ്കിൽ കൂടുതൽ നന്നായേനെ എന്നൊരഭിപ്രായം എനിക്ക് തോന്നി. ഈ അഭിപ്രായത്തോട് നിങ്ങൾക്ക് യോജിപ്പുണ്ടാകാം, വിയോജിപ്പുണ്ടാകാം. അതെന്താണെങ്കിലും ഇതിൻ്റെ കമൻറ്റ് ബോക്സിലിടുക. നന്ദി, നമസ്കാരം. മറ്റൊരു വിഷയമായി മറ്റൊരു എപ്പിസോഡ് കാണുന്നവരെ താങ്ക് യു.